ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാവുന്ന ഒരു ജ്യൂസാണ്. പലർക്കും ഇത് അറിയായിരിക്കും, എങ്കിലും ഹസ്ബൻഡും ഞാനും ഒക്കെ എപ്പോഴും കുടിക്കുന്ന ഒരു ജ്യൂസാണ്. ഞങ്ങൾ പുറത്ത് പോകുമ്പോഴെല്ലാം കുടിക്കുന്ന ജ്യൂസാണ്. അതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നോക്കൂ, ഒരു തണ്ണിമത്തൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് അതിനകത്തുള്ള കറുത്ത കുരുകളൊക്കെ മാറ്റി എടുത്തു വെച്ചിരിക്കുന്ന തണ്ണിമത്തനാണ്. 2 കപ്പ് തണ്ണിമത്തൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, പിന്നെ സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ്, കുറച്ച് ഐസ് ക്യൂബ്സ്. ഇത്രയാണ് നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ചൂടുകാലത്ത് വളരെ നല്ലതാണ്, ശരീരം തണുപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചൂടാണല്ലോ കുറേ കാലത്തേക്ക് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സിയിലൊന്നുമല്ല അടിക്കുന്നത്, നമ്മളൊരു സ്മാഷർ വെച്ചിട്ട് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കിയിട്ടുള്ള തണ്ണീർമത്തൻ്റെ പീസസ്, വത്തക്കയുടെ പീസുകൾ ചെറിയ 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 പീസുകളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് അതിൽ നിന്ന് ജ്യൂസ് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കടിക്കാൻ കിട്ടുന്നത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്മാഷർ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ജ്യൂസൊക്കെ വിട്ട് നമുക്ക് തണ്ണിമത്തൻ്റെ അകത്തുനിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വരും. നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്നാൽ ചെറിയ ചെറിയ പീസസ് കടിക്കാനായിട്ടും നമുക്ക് കിട്ടും. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ കിടന്ന് ഇളക്കേണ്ടി വരും. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മിക്സാക്കി കിട്ടും നമുക്ക്. അപ്പം ഷുഗർ സിറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയും തണ്ണിമത്തനും വെള്ളവും എല്ലാം കൂടെ നന്നായി മിക്സായി വരട്ടെ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം വേണമെങ്കിൽ ഇനി ആവാം. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട അളവിന് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ തണ്ണീർമത്തൻ്റെ ജ്യൂസ് റെഡിയാക്കി എടുക്കുക. അപ്പം നമ്മുടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2 ഗ്ലാസ്, ഒരെണ്ണത്തിൽ ഐസ് ഇട്ടിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഐസ് ഇല്ലാതെയും ഞാൻ സെർവ് ചെയ്യാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തണ്ണീർമത്തൻ ജ്യൂസ്, വാട്ടർമെലോൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറില്ല, എന്താ പറയുക, നാച്ചുറൽ കളറാണ്. ഓക്കെ, ഇനി ഒരു ഗ്ലാസ്സിലും കൂടെ, 2 ഗ്ലാസ്സാണ്, സെർവിങ് ഗ്ലാസ്സിലാണ് നമുക്കിത്, അതിന് അളവിനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, 2 വലിയ ജ്യൂസ് ഗ്ലാസ്സിൻ്റെ അളവിൽ. നോക്കൂ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മധുരമൊക്കെ പെർഫെക്റ്റാണ്, ഞാൻ നോക്കിയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് കുടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള വാട്ടർമെലോൺ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചൂടുകാലത്തൊക്കെ പുറത്തുനിന്ന് ജ്യൂസ് കുടിക്കുന്നതിലും നല്ലതായിരിക്കും. എപ്പോഴും ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിൽ. എല്ലാ കൂട്ടുകാരും വാട്ടർമെലോൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കുക. ഈ ദിവസങ്ങളിൽ, ചൂട് ദിവസങ്ങളിലൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് തണുപ്പേകുന്ന ഈ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ കുറേ ജ്യൂസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഇനിയും കാണുന്നത് വരേക്കും നന്ദി. അതേപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഭാവനാസ് ഫുഡ് ടേബിളിലൂടെ കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.